ഹലോ മൈ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ലോഡായിട്ടാണ്. അപ്പോൾ നമ്മൾ ഇത് ബസ് സിമുലേറ്റർ അല്ല, ഇന്ത്യൻ മാസ്റ്റർ എന്ന് പറഞ്ഞ ഒരു ട്രക്കിൻ്റെ ഗെയിമാണ്. ഇത് നമ്മളെ സ്വന്തം വണ്ടിയാണ് കേട്ടോ. ഇതൊക്കെ കിടക്കുന്നത് നമ്മളെ വണ്ടി തന്നെയാണ്, പക്ഷേ ഇതാണ് ഞാൻ യൂസ് ചെയ്യാറ്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് ഗ്യാസ് നമുക്ക് എടുക്കണം, എന്നിട്ട് നേരെ നമുക്ക് എന്ത് ചെയ്യണം, യൂജൻ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ കൊണ്ടാക്കണം. നമ്മൾ ലോറി കയറിയിരിക്കണ്. അപ്പോൾ ആ സാധനം ഒരു നീല ഇത് കാണില്ലേ, അവിടെ ഇട്ടു നമുക്ക് ഇത് എടുക്കേണ്ടത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ, ലൈക്ക് ചെയ്യണേ. അപ്പോൾ നമ്മളെ വണ്ടി ഇവിടെയാണ് നമ്മൾ പാർക്ക് ചെയ്തിട്ട് സാധനം കയറ്റുന്നത്. വണ്ടിക്ക് സാധനം കയറ്റാണ്, സിലിണ്ടറാണ് നമ്മൾ കയറ്റുന്നത്. ഒക്കെ ഇട്ട് ഫുൾ സെറ്റപ്പാക്കി വെച്ചിക്കാണ്, കവർ ചെയ്തിട്ടാണ്. വണ്ടി എങ്ങനെ പോകേണ്ട നോക്കുമ്പോൾ ഇതാ വണ്ടി ഇരിക്കാൻ കുറച്ച് പാടുള്ള കാര്യമാണ്. വലിയ ലോഡാണ്. അപ്പോൾ നമുക്ക് നമ്മളെ യൂട്യൂബിൽ വിട്ട വീഡിയോസ് കാണാത്തവരൊക്കെ ഒന്ന് കാണണേ. നമ്മൾ വണ്ടി തിരിക്കാം കേട്ടോ, മറ്റേ വണ്ടി എടുക്കാൻ പണിയാണ്. ഇവിടെ ഇതിപ്പോൾ നമ്മളെ ഫാക്ടറി കേട്ടോ. ഇതൊക്കെ നമ്മളെ ലോഡ് തന്നെയാണ്. കുറച്ച് പണിയാണ് എടുക്കാൻ. നമ്മൾക്ക് സ്ലീപ്പിങ് വളരെ കുറവാണ്, റെഡ് കളറാണ്. ഇപ്പോൾ പോണ വഴിക്കൂടി സ്ലീപ്പിങ്ങിൻ്റെ സ്ഥലം ഉണ്ടെങ്കിൽ ഒന്ന് കാണിക്കണം. അവിടുന്ന് കുറച്ച് നേരം ഉറങ്ങണം. ഫുഡൊക്കെ നമ്മൾ ഫുള്ള് സെറ്റപ്പാണ്. നമ്മൾ കസ്റ്റമൈസ് ചെയ്ത വണ്ടി കേട്ടോ. മേലത്തെ ഷീറ്റ് മുമ്പടുത്തൊക്കെ ഇതൊക്കെ ഞാൻ കസ്റ്റമൈസ് ചെയ്തതാണ്. നമ്മളിത് 1,00,000-ത്തിനാണ് ഈ വണ്ടി കഴിഞ്ഞിരിക്കുന്നത്. നമുക്ക് സ്ലീപ്പ് വർക്ക് ചെയ്യാനായിട്ടാണ് ഇങ്ങനെയൊക്കെ വരുന്നത്. നമുക്ക് പോണ കൂടെയൊക്കെ കംപ്ലീറ്റ് ആക്കി ഇതാക്കണം. നമുക്ക് ഇനി ഇതിൽ കുറേ സാധനങ്ങൾ ആഡ് ചെയ്യണം. അത് നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളെ സപ്പോർട്ട് നമുക്ക് എപ്പോഴും വേണം. നമ്മൾ 150 സബ്സ്ക്രൈബേഴ്സ് നമുക്കൊരു ഗിവ് അവേ നടത്തണം. നമ്മൾ യൂജനിക്ക് പോവാണ്. ഹൈവേ കൂടിയാണ് നമ്മളെ പോക്ക്. നമുക്ക് പോണ വഴിക്കൂടി നമുക്ക് ഉറങ്ങാനുള്ള സ്ഥലം നോക്കണം. പെട്രോൾ നമുക്ക് 88% ഉണ്ട്. അപ്പം നമ്മൾ സിഗ്നൽ ഇടണം, മറ്റേത് വണ്ടി വന്ന് ഇടിക്കും. അപ്പം നമ്മൾ കയറിക്കുന്ന സിഗ്നൽ ഇട്ടിട്ട് ഈ വണ്ടി ഇടിക്കുമ്പോൾ നമുക്ക് 500 രൂപ കുറയും കേട്ടോ നമ്മളെ ഇതിന്ന്. അതാണ് പ്രശ്നം. നമ്മൾ ഇടിക്കാതെ നോക്കി പോകണം, ഒരു പണി കിട്ടാൻ ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ നമുക്ക് ഉറങ്ങാനുള്ള സ്ഥലം ഇവിടെ ഇല്ല, കുറച്ചും കൂടി പോയാലുണ്ടെന്നാണ് നമ്മളൊരു ഇത്. അപ്പോൾ നമ്മളൊരു കാടിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കേട്ടോ പോക്ക്. ആനയും മാനയും ഒന്നും കാണാനുള്ളൊരു ചാൻസ് കുറവാണ്. നമ്മൾ ഈ എവിടുന്നാണ് നിങ്ങൾ ചോദിക്കുന്നത്, നമ്മൾ ഇന്ത്യയിൽ നിന്നാട്ടോ. ഇന്ത്യയിൽ നിന്നാണ് നമ്മൾ ഈ ലോഡ് എടുത്തിരിക്കുന്നത്. ഇന്ത്യ മുതൽ യൂജൻ വരെയുള്ള സ്ഥലം എന്നാണ് ഇതിൽ പറഞ്ഞത്, അറിയില്ല. നമ്മൾ സൈഡ് ഗ്ലാസ് ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ സൈഡ് ഗ്ലാസ് ഇപ്പോൾ ഓണാക്കിയിരിക്കണേ. നമ്മളെ ഹൈവേ കൂടിയായിട്ട് നമ്മളെ പോക്ക്. നമ്മൾ ഓവർടേക്ക് ചെയ്യാൻ കുറേ വണ്ടികൾ ബാക്കിൽ കിടന്ന് ഓർണടിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമില്ല. നമ്മളെ രീതിക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് സിഗ്നൽ ഇടാൻ കാരണം ഇവിടെ സ്ലീപ്പിങ്ങിൻ്റെ
ഇവിടെ റൂം എടുത്ത് നമുക്കൊരു സ്റ്റേ ചെയ്യണം. നമ്മൾ റൂം എടുക്കുകയാണ്. ഇവിടേക്ക് നമുക്ക് കൊടുക്കാനുള്ളത് 200 രൂപയാണ്. നമുക്ക് ഫുള്ളാണെങ്കിൽ 200, ഹാഫാണെങ്കിൽ എത്രയെന്ന് ഇതിൽ കാണാം. ഇതിൽ പല ഓപ്ഷനുണ്ട്. അപ്പോൾ ഫ്രീ അല്ല നമ്മൾ ഉദ്ദേശിച്ചത്, നമ്മൾ കൂട്ടാണ് കേട്ടോ. ആ സാധനം ഫുള്ളാക്കിക്കണേ. ടോട്ടൽ 200 രൂപ കേട്ടോ നമുക്ക് ഇവിടെ വന്നത്. ക്രാഷ് ആയപ്പോൾ നമ്മൾക്ക് 500 രൂപ പോയി. അപ്പം നമ്മൾ ഉറങ്ങിക്കഴിഞ്ഞ് അപ്പം നമ്മൾ സ്ലീപ്പിങ് ഫുള്ളായിട്ടോ ഗായ്സ്. കുറച്ച് സമയം പറഞ്ഞു. അപ്പം നമ്മളെ ബായിൻ്റെ പെരേന്നാട്ടോ നമ്മൾ ഉറങ്ങിയത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഇടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളേക്ക് 500 റുപ്യ പോയിട്ടുണ്ട്. വാവ്, എനിക്ക് ലൈക്ക് ചെയ്തു. അപ്പോൾ ഇത് നമ്മളെ സ്വന്തം വണ്ടിയാണ്. നിങ്ങൾ ഇതിൽ എന്തൊക്കെ ആഡ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു. നമുക്ക് മിലിറ്ററി ക്യാൻ വേണോ അതോ ജെറ്റ് വേണോ തൂക്കിയിടേണ്ടത് പറയണം. നിങ്ങൾ പറഞ്ഞ പോലെ നമ്മൾ ചെയ്യും. നമ്മൾ പോകുമ്പോൾ ബാക്കിലൊരു വണ്ടി, അതായത് ഒരു ബസ് പിരാന്ത് പിടിപ്പിക്കണ പോലെ നമ്മളെ പിരാന്ത് ഒപ്പിച്ച് കിട്ടാം. കഴിഞ്ഞ ഇപ്രാവശ്യം അങ്ങനെ ഉണ്ടാവുമോ എന്നൊക്കറിയില്ല. എങ്ങനെയായാലും നമുക്ക് അവിടെ യൂജനിൽ എത്തിയാൽ മതി. നമ്മളെ ലോഡ് ഇങ്ങനെ കേട്ടോ പോണത്. ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ തെറ്റിയാൽ മറിഞ്ഞ് ബ്ലും ബ്ലും ബ്ലം. നമ്മളെ വണ്ടി അതാ ആ പണ്ടറക്കാരനാട്ടോ നമ്മളെ സൊയിലേക്ക് എടുത്തിട്ട്. നമ്മൾ കണ്ടില്ലൊരു മഞ്ഞ ബസ് നമ്മളൊന്ന് സൈഡാക്കി കൊടുത്തിട്ടുണ്ട്. മറ്റേ അവിടെ തോളം അതിൻ്റെ ബാക്കിലുണ്ട്. സൈഡാക്കി കൊടുത്തിട്ട് പൊട്ടാൻ കയറണ്ട. ആ വല്ല കയറി നിൽക്കാനൊന്നും പറ്റുന്ന കാര്യമില്ല. പിന്നെ ഇനി അതിൻ്റെ ബാക്കിലൊരു പാടം ഉണ്ടാവും. അതാണ് എനിക്ക് ഇഷ്ടമില്ലാത്തത്. ഒരു ലോറി ഓവർടേക്കാൻ നോക്കുന്നുണ്ട്, പക്ഷെ ആ സമ്മതിച്ചില്ല. ഇഷ്ടമുള്ള കാര്യമൊന്നുമില്ല. ഇന്ന ഓവർടേക്ക് ഒരുത്തോമ്പടേക്ക് പോകില്ല. പക്ഷെ നമ്മൾ ഈ സൈഡ് കേൾക്കുമ്പോൾ ഈ സൈഡ് കൂടി കയറി പോടും. അതാണ് ചടപ്പ്. അപ്പോൾ നടു കൂടി കയറി അതാ പോയി വണ്ടികൾ പോകുന്നുണ്ട്. പിന്നെ നമ്മൾ മുട്ടാൻ പോകില്ല. മുട്ടിയാൽ നമ്മളേക്ക് 500 റുപ്യ പോകും. ഒന്ന് മുട്ടിക്കണം നമ്മളൊന്ന്. അതാ പോകുന്നൊരു പൊട്ടൻ. ഇവരൊക്കെ എന്താ സ്പീഡിലാണ്. നമ്മൾ സ്പീഡ് പോകുമ്പോൾ ഇവർക്കൊന്നും പറ്റില്ല. ഒന്ന് ജസ്റ്റ് ഒന്ന് തട്ടിയാൽ മതി, അപ്പോഴത്തെ 500 റുപ്യ പോകും. ഇപ്പം നമ്മൾ യൂജനിൽ എത്തിക്കണതായിട്ട് എൻ്റെ ഒരു വിശ്വാസം. എത്തിക്കണം തോന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ യൂജനിൽ എത്തിക്കണം കേട്ടോ. വെൽക്കം ടു യൂജൻ. വാവ്, എനിക്കിഷ്ടമായി. ഇപ്പം നമ്മൾക്ക് എവിടേക്കപ്പോൾ പോകണമെന്ന് ചോദിച്ചാൽ ഗ്യാസ് ഫാക്ടറിക്കാട്ടോ നമ്മൾ പോണത്. നമ്മൾ ഗ്യാസ് ഫാക്ടറിക്ക് എത്തുന്നതിന് മുന്നേ നമ്മളെ വണ്ടീൻ്റെ ഗ്യാസ് എത്തിയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു പേടി. നമ്മളെത്താനായിക്കണ് ഒരു 28 കിലോമീറ്റർ കൂടി ഉള്ളൂ. നമ്മളെ വണ്ടി ചെറുതായിട്ട് ക്ലച്ച് പിടിച്ച കേട്ടോ. അതിവിടെ എന്തോ മുട്ടിയതാണ്.
ഈ ബായിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ ചിക്കൻ അറിയില്ല കേട്ടാ. അവള് ബായിലായിട്ട് പോടുന്നുള്ളൂ. എല്ലാ ദിവസവും ഓരോരോ വണ്ടിയാവും. പക്ഷേ നമ്മൾ വണ്ടി സ്വന്തമായിട്ട് എടുത്തോണ്ട് നമുക്ക് ഈ വണ്ടി സ്വന്തമാണ്. നമ്മൾ ഗ്യാസ് ഫാക്ടറിയിൽ എത്തിയിരുന്നു. ഗ്യാസ് ഫാക്ടറി എന്നൊക്കെ പറഞ്ഞാൽ അതാണ്. എന്ത് ഹൈറ്റാണ്. നിങ്ങൾക്ക് ഉറങ്ങാൻ ഇഷ്ടമാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യും. എനിക്ക് ഉറങ്ങാൻ ഇഷ്ടമാണ്. ബായ്ക്ക് സ്കൂൾ തുറന്നാൽ ഈ ലോഡൊന്നും എടുക്കാൻ പറ്റൂല. ബായ് എന്ന് പറഞ്ഞാൽ നമ്മളെ സ്വന്തം ബായാണ്. അപ്പോൾ നമ്മളിങ്ങോട്ട് ലോഡ് കയറ്റാൻ ചെറിയൊരു പണി ഇട്ടിക്കണ്. നമ്മളെ വണ്ടിൻ്റെ റിമ്മ് എങ്ങനെയുണ്ട് നോക്കി. റെഡ് കളർ ബ്ലാക്ക് ടയറും. ഇതൊക്കെ നമ്മളെ സ്വന്തം ലോഡ് തന്നെയാണ്. നമ്മൾ നാളെ ഒരു ദിവസം ലോഡ് കൊടുന്നിട്ടതാണിത്. ഇപ്പോഴാണ് ആ ലോഡൊക്കെ നമ്മളൊന്ന് കാണുന്നത്. മറ്റേത് നമ്മൾ ലോഡൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമ്മൾ ബായ് ഒന്ന് ഇറങ്ങിക്കണിട്ടാ. വണ്ടി ഇങ്ങോട്ട് ഉള്ളിൽ കയറ്റിങ്ങാണ്ട് നമ്മളെ ബായിൻ്റെ വണ്ടികളൊക്കെ നോക്കട്ടെ. ഇവിടേക്കാണ് നമ്മൾക്ക് വണ്ടി കൊടുന്നിടേണ്ടത്. ഇത് നമ്മളെ സ്വന്തം റുക്കോ ബായ്. ബായിൻ്റെ ഓട്ടൊക്കെ നോക്കി. ഉസൈൻ ബോൾട്ടിനെക്കാട്ടി മാർഗം ഫസ്റ്റ് ബൈക്ക് തന്നെയാണ്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോയി കുത്തിയാൽ മതി, അപ്പം പൊട്ടി തെറിച്ചു. അമ്മാതിരി ഗ്യാസാണിത്. ഇടങ്ങളാണ്ട് നോക്കി. ആ മലേൻ്റെ മുകളിൽ എന്ത് ഹൈറ്റുള്ള ഗ്യാസ് സ്ഥാപിച്ചിട്ട് നോക്കി. നമ്മൾ അങ്ങോട്ട് നിർത്തിയിടാൻ പോവാണ്. ഇതൊക്കെ ബായിൻ്റെ സ്ഥലമാണ്. ഇത് ബായിൻ്റെ തന്നെ ഫാക്ടറിയാണ്. നമ്മൾ ആലോചിച്ചൊക്കെ ഈ ബായിൻ്റെ ഫാക്ടറി ഒക്കെ ആണെന്ന് പറയുമ്പോൾ നമ്മൾ ബായി ഇവിടെ വണ്ടി എടുത്തിടാൻ വരാണ്. ബായിൻ്റെ ഫാക്ടറി ആയിട്ട് വരല്ല. ഇവിടുത്തെ ഓരോ ആൾക്കാരും നല്ലപോലെ പണിയെടുക്കുമല്ലോ. ഇവിടെ പാർക്കിങ് നമ്മൾ പാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത്ര പാർക്കിങ് ചെയ്താൽ മതി. പിന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ബായ് ഒന്ന് ഇറങ്ങിയിട്ട് വണ്ടി മതി. നമ്മൾ ലോഡ് ഇറങ്ങിയിട്ട് ഇതാണ് നമ്മളെ സ്ഥലം. നമ്മളെ വണ്ടി അങ്ങനെ ഉണ്ടെന്നൊന്ന് പറയട്ടോ. കല്ല ഇഷ്ടമായി, പെരുത്തി ഇഷ്ടമായി. അപ്പോൾ ഇത്രേ ഉള്ളൂ ഗായ്സ്. ഇനി നാളെ പുതിയ വീഡിയോ ഇട്ട് വരാം. ബൈ ബൈ.